അരിയൊന്നും കുതിർത്ത് വെക്കാതെ തന്നെ അരിപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിലൊരു പാലപ്പം ഉണ്ടാക്കിയെടുത്താലോ. പിന്നെ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കടയിൽ വാങ്ങുമ്പോഴും അതേപോലെ കല്യാണ വീടുകളിലൊക്കെ നിന്നും കിട്ടുന്ന പാലപ്പത്തിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അപ്പത്തിന്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടാലോ. ഇതിന് വേണ്ടി ആദ്യം തന്നെ അരിപ്പൊടി എടുക്കുക കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു അരിപ്പൊടി ആയാലും മതി. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള അരിപ്പൊടി ആകുമ്പം നല്ല പ്യുവർ വൈറ്റ് കളർ കിട്ടും. വീട്ടിൽ പൊടിച്ചതിന് ആ ഒരു പ്യുവർ വൈറ്റ് ആയിട്ട് കിട്ടത്തില്ല. പിന്നെ അരിക്കനുസരിച്ച് മാറ്റം വരും കേട്ടോ. അപ്പോൾ വീട്ടിൽ പൊടിച്ചതാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് എടുക്കുന്നത്. അത് ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കില്ലേ, പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നത് ആ അരിപ്പൊടി എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് 4 സ്പൂൺ അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി മിക്സ് ചെയ്യുക. വെള്ളത്തിന് അളവൊന്നുമില്ല, വെള്ളത്തിൻ്റെ അളവ് കൂടിയാലും കുഴപ്പമില്ല. നമ്മളത് ചൂടാക്കി എടുക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് വന്നോളും. അപ്പം നമുക്കിത് കപ്പി കാച്ചി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി നല്ലപോലെ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ചൂടാകാൻ വേണ്ടി ഹൈ ഫ്ലെയിമിലിട്ട ശേഷം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പടം ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. കൈ വിടാതെ ഇളക്കി കൊടുക്കുക, കാരണം പെട്ടെന്ന് കട്ടിയായി കുറുകി കിട്ടും നമ്മുടെ ഈ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ തിക്കായി, നല്ല തിക്കല്ല എന്നാൽ ഒരു തിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ തണുപ്പിച്ചെടുത്ത ശേഷം മാത്രം കേട്ടോ അരയ്ക്കാൻ ചേർക്കേണ്ടത്. അപ്പോൾ നല്ലപോലെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിതാ ഒരു ജാറിലേക്ക് ആ ജാറിൻ്റെ അര മാത്രം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ 2 കപ്പ് അളവിന് കേട്ടോ. നിങ്ങൾക്ക് ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് അരിപ്പൊടിയുടെ അളവ് എടുക്കുക. ഞാൻ ഇതിനെടുത്തിട്ടുള്ള അജ്മീയുടെ പൊടിയാണ് കേട്ടോ. ഇത് ഏത് പൊടി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ആദ്യം വേറൊരു പത്തിരി പൊടി ബാക്കി ഉണ്ടായിരുന്നു, അതും എടുത്തു. പിന്നെ അജ്മിയുടെ പൊടിയുള്ളത്, അപ്പോൾ അതും ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു ചെറിയ തേങ്ങയുടെ 1 മുറി തേങ്ങ ഫുള്ളായിട്ട് ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ 2 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. മധുരം നിങ്ങൾക്ക് അപ്പത്തിന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ 2 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ആദ്യം ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അരച്ചെടുക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ലപോലെ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുക. തേങ്ങയൊക്കെ ഒന്ന് അരഞ്ഞ് കിട്ടണം കേട്ടോ. അതൊന്ന് അരച്ചെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ ഈ കപ്പി കാച്ചി തണുപ്പിച്ചെടുത്ത് വെച്ചിട്ടുള്ള ആ കപ്പി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ തണുത്ത ശേഷം തണുക്കാതെ ചൂടോടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ മാവ് പൊന്തി വരത്തില്ല, അതേപോലെ നമുക്ക് നല്ലപോലെ പാലപ്പം കിട്ടത്തുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് തണുത്ത ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റാണ്. 1 സ്പൂൺ അളവിൽ ഈസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഒന്ന് അരച്ച് മിക്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. അത് പുളിച്ച് പൊന്തുന്നത് കൊണ്ട് തന്നെ അതിനനുസരിച്ച് വലിയ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് കുറച്ച് തിക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ദോശമാവിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ആട്ടോ വേണ്ടത്. ഇതൊന്ന് പുളിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ മാവ് ലൂസാവും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തിട്ട് പുളിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. ചൂടിൻ്റെ ക്ലൈമറ്റിനെ അനുസരിച്ച് ഓരോ ഭാഗത്തും പുളിക്കുന്നതും വ്യത്യാസം വരും കേട്ടോ. എനിക്ക് 3 മണിക്കൂർ കൊണ്ട് തന്നെ നല്ലപോലെ പുളിച്ച് പൊന്തിയിട്ടുണ്ട്. ഞാൻ പിന്നെ രാത്രിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഒരു 3 മണി സമയത്താണ് ഞാൻ അരച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഞാൻ എടുത്ത സമയത്ത് പൊന്തിയ മാവ് പിന്നെ താഴ്ന്നിട്ടുണ്ട് കേട്ടോ, പൊളിച്ചത്. എനിക്കിത് ആ പാത്രത്തിൻ്റെ മുകൾ ഭാഗം വരെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ നല്ലപോലെ ഇതൊന്ന് തവി വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പുളിച്ച മാവ് നമുക്ക് നല്ലപോലെ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിനി ചുട്ടെടുക്കാം. ചുട്ടെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അപ്പച്ചട്ടി ചൂടായ ശേഷം മാത്രം ഒഴിച്ചെടുക്കുക കേട്ടോ. ചൂടാവാൻ നമ്മൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വിട്ട് കിട്ടില്ല, അതേപോലെ ഹോൾസ് ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ ചൂടായ ശേഷം ഇതേപോലെ ഒരു തവി ഞാൻ ഒഴിച്ചിട്ട് ഇതേപോലെ കറക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചുറ്റിച്ചെടുക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും നല്ലപോലെ ഹോൾസൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ കല്യാണ വീടുകളിലൊക്കെ പോയാൽ കിട്ടുന്ന അതേ അപ്പാണ് കേട്ടോ, അതേ ടേസ്റ്റുമാണ്. നമുക്ക് ചിക്കൻ സ്റ്റൂ, ബീഫ് സ്റ്റൂ, വെജിറ്റബിൾ സ്റ്റൂ, മുട്ടക്കറി ഇതിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ അപ്പം കഴിക്കാനായിട്ട് ഭയങ്കര സോഫ്റ്റുമാണ്. അപ്പം നമുക്കിതായി കഴിഞ്ഞ് ഇനി നമുക്ക് അടുപ്പത്ത് നിന്ന് എടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെ ഞാൻ എല്ലാം ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം അപ്പം ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്യുന്നവർക്ക് അപ്പം ശരിയായിട്ടില്ലെങ്കിൽ ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും. പിന്നെ എനിക്ക് എൻ്റെ ഈ അപ്പച്ചട്ടി കുറച്ച് പഴയതായതുകൊണ്ട് തന്നെ അതിന് വിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല, നമ്മുടെ മാവ് അടിപൊളി മാവാണ്. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് പാലപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനലിൽ കുറേ കുട്ടി വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണേ. അപ്പം ടാറ്റാ.